Ladies and gentlemen, Sri here. ഷവോമിയുടെ റെഡ്മി നോട്ട് 14 പ്രോ അല്ല, പ്രോ പ്ലസ് അല്ല, ഇത് സാധാരണ നോട്ട് 14. എനിക്കിതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പണ്ട് MKBHD പറഞ്ഞൊരു അനാലജി എന്ന് ഓർമ്മിപ്പിക്കാം. ഗുഡ് ഫോൺസ് ആർ ഗെറ്റിംഗ് ചീപ്പ് ആൻഡ് ചീപ്പ് ഫോൺസ് ആർ ഗെറ്റിംഗ് ഗുഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വാങ്ങിക്കാൻ പോകുന്നൊരു പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 20K. ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ജോലി ചെയ്യുന്നവരാണേലും എല്ലാവർക്കും അണ്ടർ 20K അത്യാവശ്യം നല്ല ഫോൺസ് കിട്ടുന്നൊരു പ്രൈസ് കാറ്റഗറിയാണ്. ആ പ്രൈസ് കാറ്റഗറിയിൽ നല്ല വാല്യൂ ഉള്ള ഫോണുള്ളപ്പോൾ അതിന് എന്തിനാ ഇങ്ങനെ എണ്ണം കൊണ്ടിറക്കിയെന്ന് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് മോശം ഫോണൊന്നും അല്ലെങ്കിലും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഫോണല്ലോ. എസ്പെഷ്യലി ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഐക്യൂൻ്റെ Z9S ഉണ്ട്, നോട്ട് CE4 ലൈറ്റ് ഉണ്ട്, മോട്ടോയുടെ ഓഫറിംഗ് ഒക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴൊന്നും ഇത് അങ്ങോട്ട് നല്ലോണം കോമ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്, ഡിസൈനിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 190 grams ഉള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നൊരു ഫോണാണ്. ഭയങ്കര ഖനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ റിയലി ലൈക്ക് ടു ഹോൾഡ് ദിസ്. പക്ഷേ എനിക്കിത് പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നിയത്. ഇതും പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ട്. അത് ഈ പ്രൈസ് റേഞ്ചിൽ ഭയങ്കര വലിയൊരു പ്ലസ് പോയിന്റാണ്. അതർ ദാൻ ദാറ്റ് എനിക്കിതിൻ്റെ ഡിസൈനിനെ പറ്റിയോ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറ്റിയോ ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല. സാധാരണ ഒരു പ്ലാസ്റ്റിക് യൂഷ്വൽ കൈൻഡ് ഓഫ് പർച്ചേസ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് വേണം നമുക്കൊന്ന് പറയാം. കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള 2100 നിറ്റ്സ് ആണ്. അതേപോലെ 120 Hz ആണ്. HDR10+ ഉണ്ട്. നിങ്ങൾക്ക് LTP വെച്ച് ബാക്കി എല്ലാം ഉള്ള അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെ. അതും അതിൻ്റെ ചുറ്റുമുള്ള ബെസൽസ് ഭയങ്കര മോശമൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ടിരിക്കുക, ചെറുതാണ്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ഒരു പ്രീമിയം ക്വാളിറ്റി അല്ല, ഫ്ലാഗ്ഷിപ്പിൻ്റെ അത്രയൊന്നും തിൻ ബെസൽസ് അല്ല, കുഴപ്പമില്ലാത്ത ബെസൽസ് ഒക്കെ ഉണ്ട്. ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അത്യാവശ്യം യൂസ് ചെയ്യുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇറ്റ് ഈസ് സ്മൂത്താണ്, വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്യുന്ന മൾട്ടിമീഡിയ. ഞാൻ ഉദ്ദേശിച്ച സ്പീക്കേഴ്സിനെ കുറിച്ചാണ്. സ്പീക്കേഴ്സ് ആർ റിയലി ഗുഡ്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, അത്യാവശ്യം ലൗഡാണ്. നിങ്ങൾ ഭയങ്കര ക്രിസ്പ്നെസ്സും ക്ലാരിറ്റിയും ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഈ പ്രൈസ് റേഞ്ചിൽ നിന്ന്. കുഴപ്പമില്ലാത്ത നല്ല സ്പീക്കേഴ്സ്, ബട്ടൺസ് ഒക്കെ അത്യാവശ്യം ക്ലിക്ക് ചെയ്യണം. അഗൈൻ ആ പ്ലാസ്റ്റിക് ഫീൽ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ വൈബ്രേഷൻ മോട്ടർ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അണ്ടർ 20K മോട്ടോയുടെ ഫോൺസിൽ കൊടുക്കുന്ന വൈബ്രേഷൻ മോട്ടറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു ഫീലൊന്നും നമുക്കിവിടെ കിട്ടുന്നേ ഇല്ല. ഐ മീൻ ബേസിക് ആയിട്ടൊരു വൈബ്രേഷൻ മോട്ടർ ഇവർ കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം നമുക്ക് ഡിസ്പ്ലേ ഡിസൈൻ ആസ്പെക്റ്റിൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. ദ യൂഷ്വൽ തിങ്. നിങ്ങൾ വിചാരിക്കും പെർഫോമൻസ് ആൻഡ് ബാറ്ററി സ്റ്റാൻഡ് പോയിന്റിലായിരിക്കുമല്ലോ ഷവോമി എപ്പോഴും പിടിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് കേസ്. ഒന്നാമത്തെ സംഭവം ഡിമെൻസിറ്റിയുടെ 725 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 6 nanometer ഫാബ്രിക്കേഷനിലുള്ള ചിപ്സെറ്റാണ്. 6 nanometer എന്ന് പറയുമ്പം ഭയങ്കര എഫിഷ്യൻ്റ് അല്ല. ഒരു ഓൾഡ് ടെക്നോളജി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ന്യൂ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും. നോട്ട് ദാറ്റ് വെരി എഫിഷ്യൻറ്റ്. ഈവൻ ദോ നിങ്ങൾക്ക് 5100 mAh അടുപ്പിച്ച് ബാറ്ററി ലൈഫ് ഉണ്ടെങ്കിലും ഒരു 1 day ഫോൺ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 2 day എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു 6 hours സ്ക്രീൻ ഓൺ ടൈം ഒക്കെ എക്സ്പെക്റ്റഡ് ആണ്. അതും കാഷ്വൽ ലൈറ്റ് യൂസേജിനൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഫോൺ പുഷ് ചെയ്യുമ്പം. പിന്നെ ഗൈസ്, ഇതേപോലത്തെ ഓണസ്റ്റ് ആൻഡ് സത്യസന്ധമായ റിവ്യൂസ് ഒക്കെ കേൾക്കണമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടിരിക്കും. അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ശരിക്കും എന്താ അറിയത്തില്ല, എനിക്ക് ലൈറ്റ് ഗെയിമിങ്, ഞാൻ എപ്പോഴും എൻ്റെ റിവ്യൂസിൽ പറയാം ഞാൻ കോമ്പറ്റീറ്റീവ് ഗെയിമറല്ല. പക്ഷേ ലൈറ്റ് ഗെയിമിങ് ഫോണിൻ്റെ റിവ്യൂ ആസ്പെക്റ്റിന് വേണ്ടി കളിച്ച് നോക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു പക്ക ബട്ടറി സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നതല്ല. പൊതുവേ എനിക്ക് ഈ പ്രൈസ് റേഞ്ചുള്ള ഫോണിൽ നിന്നും ആ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. പക്ഷേ എവിടേക്ക് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ സ്റ്റഡേഴ്സ് ആവുന്നുണ്ട്. മേ ബി ബിക്കോസ് അതിൻ്റെ റീറ്റെയിൽ യൂണിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. പക്ഷേ ഈ ചിപ്സെറ്റിന് പൊതുവേ അത്ര ഭയങ്കര കിടിലമായിട്ടൊരു GPU അല്ല കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ ഐ എം നോട്ട് വെരി പെർട്ടിക്കുലർലി ഇംപ്രസ്ഡ്. ഈ പ്രൈസ് റേഞ്ചിൻ്റെ ഡിമെൻസിറ്റി 7300 ഒക്കെ ആയിക്കൂ Z9S കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര അടിപൊളിയാണ്. ഇത് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫാർ ബെറ്റർ ചിപ്സെറ്റ് അതിനകത്തിരിക്കുന്നത്. ഇൻ ജനറൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു 1 day ബാറ്ററി ലൈഫ് ഫോൺ ആവറേജ് യൂസേജിനൊക്കെയാണ് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു ഹെവി യൂസേജ് അല്ലെ പവർ യൂസേജർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നൊരു ഫീൽ വരാം. എഗൈൻ അത് ചിപ്പിൻ്റെ എഫിഷ്യൻസിനെ വെച്ച് നോക്കുന്നതായിരിക്കാം. ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ നിങ്ങൾ ഒരു കാഷ്വൽ ടു മീഡിയം ലെവൽ ഓഫ് ഗെയിമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും വേ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട് ഈ പെർഫോമൻസ് കാറ്റഗറിയിൽ. എഗൈൻ അത് തന്നെ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷേ ഷവോമി പൊതുവെ ഇതെല്ലാം പിടിക്കുന്ന ക്യാമറയല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കൊരു കുറേ പേര് ഇതിൻ്റെ റിവ്യൂവിൽ ക്യാമറ ഭയങ്കര പൊക്കി അടിക്കുന്നത് കണ്ടു. ഐ ഡോണ്ട് നോ വൈ.
ബട്ട് 50 MB മെയിൻ ഷൂട്ടർ ഉണ്ട്, 8 MB ടെലിഫോട്ടോ ഉണ്ട്, 2 MB ഒരു മാക്രോ ഉണ്ട്. മാക്രോ ഇസ് പ്രിറ്റി യൂസ്ലെസ് എന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ലാത്ത ഫോട്ടോസ്. എനിക്ക് ഇതിനെക്കാട്ടിയും സത്യത്തെ ഇഷ്ടപ്പെട്ടത് ഈ പ്രൈസ് റേഞ്ചുള്ള മോട്ടോയുടെയും വിവോയുടെ ഒക്കെ ഫോൺസ് ഉണ്ട്, ലൈക്കൂവിൻ്റെ ഫോൺസിനകത്തൊക്കെ എനിക്ക് തോന്നി ഇച്ചിരി ഫാർ ബെറ്റർ ക്യാമറ സിസ്റ്റം ഇരിക്കുന്നതെന്ന് തോന്നി. ഫോട്ടോസ് എടുക്കുന്നതൊക്കെ ഷാർപ്പാണ്, അത്യാവശ്യം ബ്രൈറ്റ് ആണ്, പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണ്. പക്ഷേ HDR ഫീൽ നമുക്കത് കൊണ്ടുവരുന്നില്ല. HDR പ്രോസസ്സിങ്ങും ഒക്കെ അത്യാവശ്യം ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അഗൈൻ പോർട്രേറ്റ് മോഡ് ഇട്ട് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ടോൺ മാനിപ്പുലേഷൻ വരുന്നുണ്ട്. ഷവോമിയുടെ ആ ഒരു സംഭവങ്ങളാണ്. പിന്നെ കളേഴ്സൊക്കെ ഇറിച്ചടിപ്പിച്ച് നിർത്തുന്ന ഒരു പണ്ടത്തെ സംഭവങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ചിപ്പിൻ്റെ ഫോട്ടോ പ്രോസസ്സിങ് കേപ്പബിലിറ്റീസ് ഭയങ്കരമായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഇമേജസ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടാത്തത്. അഗൈൻ ഭയങ്കര കൂതറ ക്യാമറ സിസ്റ്റമാണെന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും ഭയങ്കര കൂതറ ഒരു ലോ ലെവൽ ക്യാമറ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ അഗൈൻ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം ഉള്ളെന്ന് പറയുന്നതാണ് സത്യം. വീഡിയോ സ്റ്റാൻസിൽ നോക്കുവാണെങ്കിലും നോട്ട് പർട്ടിക്കുലർലി വെരി ഇംപ്രസ്ഡ്. കുഴപ്പമില്ലാത്ത വീഡിയോസ്, യൂസബിൾ ആണ്, ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ ജനറലി എനിക്കൊരു സംഭവം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര ഡിജിറ്റലി ഷാർപ്പൻഡ് ഫീലുള്ള ഒരു പ്രോസസ്സല്ലേ ലുക്കുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഒരു എന്താ പറയുന്ന ഒരു ചെറിയ ചൊറയായിട്ട് തോന്നിയത്. ഇനിയും ഗൈസ് ഹൈപ്രോവൈസിനെ കുറിച്ച് പറയാം. ഹൈപ്രോവൈസ് ഇസ് ആക്ച്വലി വെരി ഫണ്ടമെൻ്റലി വെൽ ബിൽട്ട് ആയിട്ടൊരു ഓയസാണ്. അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റൽസ് ഉണ്ട്, അതിൻ്റെ ബഗ്സ് ഒന്നും ഒരുപാടൊന്നുമില്ല, സോഫ്റ്റ്വെയർ സ്മൂത്താണ് യൂസ് ചെയ്യുക, എന്തെങ്കിലും കസ്റ്റമൈസേഷൻസ് ഉണ്ട്, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഹൈപ്രോവൈസിനുണ്ട്. അതുകൊണ്ട് എനിക്ക് OS ഇഷ്ടമാണ്. സത്യത്തിൽ കുഴപ്പമില്ല, ഭയങ്കര ഇഷ്ടമാണെന്നല്ല, പക്ഷേ ഇഷ്ടമാണ്, അത്യാവശ്യം നല്ല OS. പക്ഷേ ഇവന്മാർ ഇതിനകത്തും ആഡ്സും ബ്ലോട്ട്വെയറും കയറ്റി ഇടുന്നുണ്ട്. എതുക്കടാ? അഗൈൻ ഷവോമിയുടെ ടിപ്പിക്കൽ സംഭവമാണ് അവരുടെ മിഡ് റേഞ്ചിലെ ലോ കാറ്റഗറി ഫോണിനകത്ത് ആഡ്സും ബ്ലോട്ട്വെയറും കയറ്റി ഇടുന്നത്. പക്ഷേ നോട്ട് പെർട്ടിക്കുലർലി എ ഫാൻ ഓഫ് ദാറ്റ്. അഗൈൻ അത് ഭയങ്കര ഒരു ചൊറയായിട്ട് എനിക്ക് വീണ്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ കൈസ് ഒരു ക്ലാരിറ്റി കുറവുള്ളതെന്ന് പറഞ്ഞാൽ എത്ര വർഷം OS അപ്ഡേറ്റ് കിട്ടുമെന്നാണ്. ഞാൻ കുറേ സോഴ്സസ് നോക്കിയപ്പോൾ കുറേ പേരും കുറേതാ പറഞ്ഞത്. പക്ഷേ ജനറലി എനിക്ക് പറയാൻ പറ്റും ഒരു Android 16 വരെ കിട്ടാൻ ആൻഡ് 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടുന്നത് അത് ഭയങ്കര കിടിലം ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ടുള്ള ബ്രാൻഡ്സ് ഇപ്പം OnePlus ആണെങ്കിലും ഒക്കെ അവർ ടൈംലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്, അതിനോട് സെക്യൂരിറ്റി പാച്ചസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അഗൈൻ ഇതൊരു ഡീൽ ബ്രേക്കർ അല്ല. നിങ്ങൾ 20,000 രൂപയ്ക്കകത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളത്തേക്കൊന്നും നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കത്തില്ല. അത് വെച്ച് നോക്കുമ്പം OS സാറ്റിസ്ഫാക്ടറി റേഞ്ചാണ്. ഇനി ഓൾ അറൗണ്ട് എൻ്റെ വേർഡിക്റ്റ് അബൌട്ട് ദിസ് ഫോൺ ഇസ് ഡോണ്ട് ബൈ ദിസ്. സിമ്പിൾ വാങ്ങിക്കണ്ട. കാരണം iQOO-ന്റെ Z9s വാങ്ങിക്കും, ഇതിനെക്കാട്ടി വേ ബെറ്ററാണ്. നിങ്ങൾക്ക് ഇച്ചിരി ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഞാൻ പറയും Note C4 എനിക്കൊന്ന് ഇച്ചിരി കൂടെ ആ ഒരു റേഞ്ചിനകത്തൊക്കെ വരും. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് പറ്റിയ യുണീക്നെസ് ഒക്കെ വേണമെങ്കിൽ CMF ഫോൺ ഒന്നും എടുത്തു. അതും എന്താ പറയുക, ഇതിനെ വെച്ച് നോക്കുമ്പോൾ അത് ഇച്ചിരി യുണീക്ക്. ദിസ് ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ഫോൺ. അതാണ് എൻ്റെ പ്രശ്നം. ഒരു കാര്യത്തിലെങ്കിലും ഇച്ചിരി നല്ലോണം പെർഫോം ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ബോറിങ്, നോട്ട് ദാറ്റ് വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ. എസ്പെഷ്യലി 20,000 പ്രൈസ് റേഞ്ചിനകത്ത് ഒരുപാട് ഗ്രേറ്റ് ഓപ്ഷൻസ് ഉള്ളപ്പം ഞാൻ ഒരിക്കലും ഷവോമിയുടെ Redmi Note 14 റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു 45 watt ചാർജറും കാര്യങ്ങളൊക്കെ ബോക്സിൽ ഇൻക്ലൂഡ് ഉണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അഗൈൻ ശ്രീ ഹിയർ. ഇതുപോലത്തെ ഓണസ്റ്റ് ആൻഡ് സത്യസന്ധമായുള്ള റിവ്യൂസ് കേൾക്കണമെങ്കിൽ സബ്സ്ക്രൈബ്.